ദൃശ്യവിസ്മയം. ഏഷ്യാനെറ്റിൽ പുതിയ സീരിയൽ തുടങ്ങിയ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. ഈ പുഴയും കടന്ന് 9:30 തിങ്കൾ മുതൽ വെള്ളി വരെ. എല്ലാവരും ഏകദേശം 40 എപ്പിസോഡുകൾ ഏകദേശം കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും പുതിയതായി കാണുന്നവർക്കും ഇനി കാണാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ആ സീരിയലിന്റെ ഒരു ചുരുക്കം 40 എപ്പിസോഡ് ഒന്ന് ചുരുക്കി ആ കഥയുടെ എല്ലാം കൂടെ ചേർത്തിട്ട് നിങ്ങൾക്കായിട്ടൊന്ന് പറഞ്ഞു തരികയാണ്. നല്ല സീരിയലാണ്. പ്രഭിനെ എല്ലാവർക്കും അറിയായിരിക്കും. സി കേരളത്തിനകത്ത് കുടുംബശ്രീ ശാരദയിലെ നായകവേഷമായിരുന്നു. ആ നായകവേഷത്തിൽ നിന്നും പ്രഭിന് പുതിയ സീരിയലായ ഈ പുഴയും കടന്നയിലേക്ക് വന്നു. ഏറ്റവും റേറ്റിംഗ് നിന്ന സീരിയൽ തന്നെയായിരുന്നു കുടുംബശ്രീ ശാരദ. ആ റേറ്റിംഗിൽ നിന്ന സീരിയലിൽ നിന്ന് പ്രഭിന് ഈ പുഴയും കടന്ന സീരിയലിലേക്കാണ് വന്നേക്കുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം ഈ സീരിയൽ എങ്ങനെ ഇനിയിപ്പം പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്നുള്ളത്. കാരണം പ്രഭിനെ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം. പ്രഭിനെ മിനി സ്ക്രീനിൽ ലാലേട്ടൻ എന്നാണ് അറിയപ്പെടുന്നത്, എല്ലാരും പറയുന്നത്. വീണ്ടും എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുകയായിരിക്കും. നല്ല സീരിയൽ കണ്ടിട്ട് ഞാൻ ആദ്യത്തെ എപ്പിസോഡൊക്കെ കണ്ടിട്ട് നല്ല എനിക്കിഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കാണുമെന്ന് വിചാരിക്കുന്നു. പ്രഭിൻ എന്ന് പറഞ്ഞാൽ പ്രഭിൻ ധാരാളം സീരിയലിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് സി കേരളത്തിലായിരുന്നു. സി കേരളത്തില് ചെമ്പരത്തി എന്ന സീരിയലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കുടുംബശ്രീ ശാരദ. ഞാൻ ആ സീരിയലിന്റെ ഒന്നും കാണുന്ന ഒരാളായിരുന്നു. പെട്ടെന്ന് തന്നെ പ്രഭിനെ മാറ്റിയോണ്ട് എനിക്ക് ആ സീരിയലിനോട് എന്തോ ഒരു ഇത് തോന്നി. പ്രഭിൻ ഇല്ലാത്തതുകൊണ്ട് ഒരു വിഷമമാണോ ഒന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ സി കേരളത്തിലെ കുടുംബശ്രീ ശാരദ കാണുന്നില്ല. അതിനു പകരം ഇപ്പം ഏഷ്യാനെറ്റിലെ ഈ പുഴയും കടന്നാണ്. അതിൽ പ്രഭിനെ കാണാമെന്ന് വെച്ചിട്ടാണ് ആ സീരിയൽ ഒന്ന് കണ്ടു തുടങ്ങിയത്. അപ്പം നല്ല സീരിയലാണ്. അപ്പം ഇതിലെ നായികയായിട്ട് വരുന്നത് ഗോമതി പ്രിയയാണ്. ചെമ്പനീർ പൂവിൽ ഹീറോയിനായിട്ടായിരുന്നു. അപ്പൊ ഗോമതി പ്രിയയുടെ ചെമ്പനീർ പൂവിന്ന് ഇതേപോലെ തന്നെ ചെമ്പനീർ പൂവിന്ന് ഗോമതി പ്രിയ പോയപ്പം എല്ലാവർക്കും വിഷമം ഉണ്ടായിരുന്നു. എല്ലാവരും അതിനെക്കുറിച്ച് അതുപോലെ തന്നെയാണ് കുടുംബശ്രീ ശാരദയ്ക്കകത്ത് പ്രഭിന് പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെ അവസ്ഥ അങ്ങനെയായിരുന്നു. അപ്പൊ ഇവർ രണ്ടും കൂടി ഒരു സീരിയലിനകത്ത് ഏഷ്യാനെറ്റിലെ സീരിയലിനകത്ത് ഒന്നിക്കുക എന്ന് വെച്ചാൽ അത് എല്ലാവർക്കും ഇഷ്ടമാണ്. അവരെ രണ്ടുപേരെയും ഹീറോയിനായിട്ടും അവർ രണ്ടും നല്ല ആക്ടേഴ്സാണ്. അപ്പൊ പകുതി മുക്കാൽ വരെ എനിക്ക് തോന്നുന്നു ഏകദേശം കുറച്ചൊക്കെ റേറ്റിംഗ് ആയി എന്ന് തോന്നുന്നു. ഇത് നല്ല രീതിയിൽ തന്നെയാണ് ഏഷ്യാനെറ്റിൽ പൊക്കോണ്ടിരിക്കുന്നത്. കാരണം കുടുംബശ്രീ ശാരദയിലെയും എല്ലാവരും പ്രഭിനെ ഇഷ്ടപ്പെടുന്നവരും ഗോമതി പ്രിയെ ഇഷ്ടപ്പെടുന്നവരും എല്ലാവരും ഒരുമിച്ച് തന്നെ ആ സീരിയൽ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന്റെ എല്ലാ സീരിയലിലും കുടുംബത്തിന്റെ കഥ തന്നെയാണ്. അപ്പൊ ഇതും അതുപോലെ തന്നെ അച്ഛനും അമ്മയും 4 പെൺമക്കളുടെയും കഥ പറയുന്ന ഒരു സീരിയലാണ്. ഒരു പട്ടണത്തിൽ നിന്ന് ഒഴിഞ്ഞ ഒരു നാട്ടുപ്രദേശമായിട്ട് ഒരു മലയോര ഗ്രാമപ്രദേശമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് അതേപോലെയാണ്. ഒരു മലയോരത്തിലെ കാഴ്ചകളാണ് അത് ഫുള്ള്. അതിന്റെ പശ്ചാത്തലം തന്നെ കാണാൻ നല്ല രസമുണ്ട്. എല്ലാം നല്ല പച്ചപ്പും നല്ല സീനറികളാണ് അതിനകത്ത് മൊത്തം കാണിക്കുന്നത്. അപ്പൊ അത് ആ സീരിയൽ അങ്ങനെ കണ്ടിരിക്കാൻ തന്നെ തോന്നും. അതിന്റെ ബാക്ക്ഗ്രൗണ്ടും അതിലെ മ്യൂസിക്കുകളും എല്ലാം നല്ല വേറിട്ട ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 2 സീരിയലിൽ നിന്നും വന്ന 2 ആക്ടേഴ്സ്, അതായത് ഇവര് തമ്മിൽ ഇവരുടെ കോംബോ ഇനി എങ്ങനെ ഇരിക്കുകയെന്നാണ് എല്ലാരും നോക്കി കാണുന്നത്. അങ്ങനെ ഈ അച്ഛനും അമ്മയും 4 മക്കളും പെൺമക്കളും അടങ്ങുന്ന കുടുംബമാണ്. കുടുംബത്തിന്റെ കഥയാണ് ഈ പുഴയും കടന്ന് പറയുന്നത്. അപ്പൊ ഇതില് അച്ഛൻ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ അമ്മയും മക്കളുടെയും കഥയാണ്. അതിലേക്ക് നമ്മുടെ ആക്ടർ പ്രഭിന് രക്ഷകനായി എത്തുന്നു എന്നുള്ള രീതിയിലാണ് ഈ കഥ ഇപ്പൊ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ കാണാൻ കഴിയാത്തവർക്കും ഇപ്പൊ കണ്ടു തുടങ്ങുന്നവർക്കും
എല്ലാം വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റോറി ഇനി എന്നും എൻ്റെ ചാനലിൽ അതാത് എപ്പിസോഡത്തെ എല്ലാ സ്റ്റോറിയും ഞാൻ ഇനി ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സീരിയൽ കാണുന്നവരും ഇനി കാണാൻ ആഗ്രഹിക്കുന്നവരും എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏഷ്യാനെറ്റ് അന്നത്തെ എപ്പിസോഡ് ടിവിക്ക് മുന്നേ തന്നെ നമുക്ക് അതിൻ്റെ എന്ത് കഥയാണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും.